എല്ലാവർക്കും അഖിലാസ് അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു തമിഴ് ഡിഷായ പനിയാരമാണ്. ആദ്യമായി അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളിലേക്ക് കടക്കാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് പനിയാരം. അതിന് ആവശ്യമുള്ള സാധനങ്ങൾ കുറച്ച് കടുക്, അതായത് കടുവറുക്കാൻ ആവശ്യമുള്ള കടുക്, പച്ചമുളക് കുത്തിയരിഞ്ഞത്, കറിവേപ്പില കുത്തിയരിഞ്ഞത്, ലേശം ഇഞ്ചി കൊത്തിയരിഞ്ഞത്, കടുവറുക്കാൻ ആവശ്യമായിട്ടുള്ള ഉഴുന്നുപരിപ്പ്, സവാള കൊത്തിയരിഞ്ഞത്. ഇതിപ്പോൾ ഞാനൊരു 1.5 സവാള എടുത്തിട്ടുണ്ട്, ചെറിയ സവാളയാണ് കൊത്തിയരിഞ്ഞത്. പിന്നെ ആവശ്യത്തിന് കായം. ഇത്രയും ഇൻഗ്രീഡിയൻസ് മതിയാവും നമുക്ക് പനിയാരം ഉണ്ടാക്കാൻ. ഇനി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യമായി ഒരു ചെറിയ പാൻ എടുത്ത് ചൂടാക്കുക. ഇതിപ്പോൾ ഞാൻ ചെറിയൊരു കടായി പോലത്തതാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് റൈസ് ബ്രാൻ ഓയിലാണ്, വെളിച്ചെണ്ണയല്ല. ഓക്കെ, അപ്പം അവരവരുടെ ടേസ്റ്റ് അനുസരിച്ച് എടുക്കാം. പക്ഷേ വെളിച്ചെണ്ണയെക്കാട്ടി റൈസ് ബ്രാൻ ഓയിലോ അങ്ങനത്തെ ഓയിലായിരിക്കും നല്ലത്. എണ്ണ ചെറുതായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും സിമ്മിലോട്ടിട്ടിട്ട് നമ്മളെടുത്ത് വെച്ചിരുന്ന ഉഴുന്ന പരിപ്പ്, അരിഞ്ഞ് വെച്ചേക്കുന്ന പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി കൊത്തി അരിഞ്ഞത്, ഇത്രയും സാധനങ്ങളിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റുക. അതായത് ഉഴുന്നും ഇഞ്ചിയും കരിഞ്ഞു പോകാൻ പാടില്ല. ഇഞ്ചിക്ക് ഒരു പ്രശ്നമുണ്ട്, നമ്മൾ തീ കൂടുതലിട്ട് കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകും. അപ്പോൾ ആ കരിഞ്ഞ് വരാതെ ജസ്റ്റ് ഒന്ന് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ജസ്റ്റ് ഒന്ന് വഴറ്റുക. അതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരുന്ന കായപ്പൊടി ഇടാം. കായപ്പൊടിയും കൂടെ ഇട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള അതിടാം. എന്നിട്ട് അതിന് ശേഷം ഒന്ന് വഴറ്റുക. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇടാം നമുക്ക്. ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് ഞാനിപ്പോൾ ഒരു ചെറിയ സ്പൂണിൽ 1/4 സ്പൂണാണ് എടുത്തേക്കുന്നത്. ഇതൊന്ന് വഴറ്റുക. അത് ജസ്റ്റ് ഒന്ന് വഴണ്ട് ആ സവാളയുടെ ഇഞ്ചിയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റാം. നമ്മുടെ സവാളയുടെ പച്ചമണം മാറി വരുന്നുണ്ട്. അതിൻ്റെ കളറ് കണ്ടോ, വെള്ള കളർ മാറി ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളർ, ആ പരുവം ആയാൽ മതി. ഒരുപാട് വഴണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ക്രിസ്മസ് കിട്ടില്ല. ജസ്റ്റ് ഇത്ര വഴണ്ട് വരും. നമ്മൾ ഇഞ്ചി ഇട്ടേക്കുന്നതുകൊണ്ട് ഒരുപാട് നേരം നമ്മൾ തീയിൽ വെച്ച് കഴിഞ്ഞാൽ ആ ഇഞ്ചി അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അത് അടി പിടിക്കാതെ ഇളക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ ഗ്യാസ് ഓഫാക്കിയിട്ട് ഇനി നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഇഡ്ഡലി മാവിലേക്ക് ഈ വഴറ്റി വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകെല്ലാം നമുക്ക് അതിലേക്ക് ഇടാം. നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന സവാള ഈ മാവിലേക്ക് നമുക്കിടാം. ചൂടോടെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. മാവിലേക്ക് ഇട്ടിട്ട് ഇളക്കുക. നല്ലോണം ഒന്ന് ഇളക്കുക. എന്നിട്ട് കുറച്ച് നേരം വച്ചേക്കാം. ഇനി നമുക്ക് പനിയാരം ഒഴിക്കാനുള്ള പാത്രം ചൂടാക്കാം. ഇതിപ്പോൾ ഞാൻ എടുത്തേക്കുന്ന ഒരു നോൺ സ്റ്റിക്ക് പനിയാരം പാത്രമാണ്. അയൺ ബേസ്ഡ് ആയിട്ടുള്ളതാണെങ്കിൽ അത് കുറച്ചുകൂടെ നല്ലതായിരിക്കും. അപ്പോൾ ഇതിലെല്ലാത്തിലും നമ്മൾ ചെറുതായിട്ട് എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. ജസ്റ്റ് ഒന്ന് അടി പിടിക്കാതിരിക്കാൻ വേണ്ടി മാത്രം. എന്നിട്ട് എണ്ണ ഒഴിച്ചതിന് ഞാൻ ജസ്റ്റ് 4 വശം ഒന്ന് ബ്രഷ് ചെയ്യുന്നുണ്ട്.
നമ്മളത് പനിയാരം ഒഴിക്കുമ്പോഴത്തേക്ക് 4 വശവും നമുക്ക് എണ്ണ സ്പ്രെഡായി കിട്ടും. എണ്ണ ചെറുതായിട്ട് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ കലക്കി വെച്ചേക്കുന്ന മാവ് എടുത്ത് ഈ ഓരോരോ ഉള്ളിലേക്ക് ചെറുതായിട്ട് സിമ്മിലിട്ടിരുന്നാൽ മതി. ചെറിയ തീയിൽ അത് വെളിയിൽ ക്രിസ്പി ആയിട്ടും ഉള്ളിൽ നല്ല വെന്ത് സോഫ്റ്റായിട്ടും വരും. തീ കൂട്ടിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പുറം കരിയാനും എന്നാൽ അകം വേവാതിരിക്കാനുള്ള സാധ്യതയായിരിക്കും. ചെറിയ സിമ്മിലാക്കിയിട്ട് ഇടും. നമുക്കിതിൻ്റെ മുകളിൽ വേണമെങ്കിൽ ചെറുതായിട്ട് എണ്ണ ഒന്ന് തൂവി കൊടുക്കാം. എണ്ണ തൂവിയതിന് ശേഷം അടപ്പെടുത്ത് അടച്ചു വയ്ക്കാം. കുറച്ച് നേരം സിമ്മിലിരുന്ന് വേകട്ടെ. ഇതൊരു സൈഡ് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിനെ പതുക്കെ മറിച്ചിടാം. അതിൻ്റെ അപ്പുറത്തെ സൈഡുണ്ട്. അതിൻ്റെ സൈഡ് നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല ചെറിയ ഗോൾഡൻ കളറിലായി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ വീണ്ടും അടച്ചു വയ്ക്കാം. അപ്പോൾ അപ്പുറത്തെ സൈഡ് നമുക്ക് വെന്ത് കിട്ടും. നമ്മുടെ പനിയാരം റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കാം. ജസ്റ്റ് ഒരെണ്ണം മറിച്ച് നോക്കിയാൽ മതി. അപ്പം യെസ്, അപ്പുറത്തെ സൈഡും ചെറിയ ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ പനിയാരം നല്ല വെന്ത് പുറം ക്രിസ്പിയും അകം നല്ല സോഫ്റ്റുമായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഇത് പാത്രത്തിലേക്ക് എടുക്കാം. അങ്ങനെ നമ്മുടെ പനിയാരം റെഡി ആയിരിക്കുകയാണ്. ഇത് നല്ല തക്കാളി ചട്നിയും നല്ല തേങ്ങയും ഇഞ്ചിയും പച്ചമുളകും കൂടെ അരച്ച വെള്ള ചട്നിയും കൂടെ കൂട്ടി കഴിച്ച് കഴിഞ്ഞാൽ ആഹാ, അടിപൊളി.